ജാതി പറഞ്ഞ് അവകാശങ്ങൾ ചോദിച്ചതിന്റെ പേരിലാണ് തന്നെ ചിലർ മുസ്ലിം വിരോധിയാക്കിയതെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തോട് സമൂഹത്തിന് ചോദിക്കാനുള്ളത്, താങ്കൾ ജാതി പറഞ്ഞുകൊണ്ട് തന്നെ അവകാശങ്ങൾ ചോദിച്ചുകൊള്ളൂ, പക്ഷേ അതിനെന്തിനാണ് മുസ്ലിം സമുദായത്തിന്റെ മേൽ കുതിര കയറുന്നത് എന്നാണ്. മുസ്ലിം സമുദായം ഈഴവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ തീയ സമൂഹത്തിന്റെ ഏതെങ്കിലും അവകാശങ്ങൾ കവർന്നെടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തെളിവുകൾ നിരത്തി പറയാൻ താങ്കൾക്ക് കഴിയണം. യഥാർത്ഥത്തിൽ ഏറ്റവും അധികം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. ഈഴവ അല്ലെങ്കിൽ തീയ സമുദായത്തിൽ നിന്ന് കുറഞ്ഞത് 3 പേർ മുഖ്യമന്ത്രിമാരായി. ഒരാൾ 10 വർഷത്തോളം അധികാരത്തിലിരുന്നു. നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് എത്ര ആളുകൾ മുഖ്യമന്ത്രി പദം വഹിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചിട്ട് തെളിവുകൾ നിരത്തി താങ്കൾ സംസാരിക്കണം. ഒരാൾ മാത്രം, അതും കേവലം ഒരു മാസം പോലും തികഞ്ഞില്ല, 28 ദിവസം മാത്രം അധികാരത്തിൽ ഇരുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി മാത്രമാണ് മുസ്ലിം സമുദായത്തിലുള്ളത്. 1979 നവംബർ 12-ാം തീയതി അധികാരത്തിൽ CH മുഹമ്മദ് കോയക്ക് ഡിസംബർ 1-ന് രാജിവെക്കേണ്ടി വന്നു. കേവലം ഒരു മുഖ്യമന്ത്രിയുടെ മാത്രം പ്രശ്നമല്ല ഇത്. കേരളത്തിലെ MP-മാർ, MLA-മാർ, ഉന്നത ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി സർവ്വ മേഖലകളിലും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഇനിയും ലഭിച്ചിട്ടില്ല എന്നത് കണക്കുകൾ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവും. അത് താങ്കൾക്കും മനസ്സിലാവും. മുസ്ലിം സമുദായം ഇന്ന് കാണുന്ന സർവ്വ പുരോഗതികളും നേടിയത് ആരെങ്കിലും തളികയിലാക്കി അവർക്ക് നൽകിയതല്ല, മറിച്ച് ഒരു തലമുറ അങ്ങനെ തന്നെ മരുഭൂമിയിൽ എരിഞ്ഞൊടുങ്ങിയതിന്റെ ബാക്കിപത്രമാണ്. അങ്ങനെ പുറത്തധ്വാനിച്ചവർ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന സമ്പത്ത് അവർക്ക് മാത്രമല്ല പ്രയോജനപ്പെട്ടത്, മറിച്ച് സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും അത് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് മുൻവിധികൾ മാറ്റിവെച്ചുകൊണ്ട് പഠനം നടത്തിയാൽ താങ്കൾക്ക് മനസ്സിലാകും. അവർ ആ പണം കേരളത്തിലെ വിവിധ സംരംഭങ്ങളിൽ മുടക്കി. അവർ ബിസിനസ് ചെയ്തു, വ്യവസായങ്ങൾ തുടങ്ങി, ബിൽഡിങ്ങുകൾ പണിതു. അങ്ങനെ മറ്റ് പല മേഖലകളിലും അവരുടെ സമ്പത്ത് കേരളത്തിലെ സാമ്പത്തിക വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്ന തരത്തിൽ വിനിയോഗിച്ചു. ഒരിക്കലും അത് കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ബാങ്കിൽ നിക്ഷേപിച്ച് ബാങ്കിൽ നിന്നും കടമെടുക്കുന്ന സാധാരണക്കാരന്റെ മുതുകുടിക്കുന്ന, അവന്റെ രക്തം ഊറ്റിക്കുടിക്കുന്ന രീതിയിൽ വിനിയോഗിക്കുകയല്ല ചെയ്തത്. ഇത് കേരളത്തിന്റെ സാമ്പത്തിക ഘടനയെ കുറച്ചൊന്നുമല്ല സ്വാധീനിച്ചത്. 2023 കണക്ക് മാത്രം പറയാം. 2,16,893 കോടി രൂപ പ്രവാസികളിലൂടെ കേരളത്തിലേക്ക് എത്തി. ഇതിൽ 1,95,200 കോടി രൂപയും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ്. മൊത്തം പ്രവാസികളിലൂടെ കേരളത്തിലേക്ക് എത്തുന്ന വിദേശ സമ്പത്തിന്റെ 90%. ഇതാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന്റെ സാമ്പത്തിക ഘടനയെ പുഷ്ടിപ്പെടുത്തുക എന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചാൽ താങ്കൾക്ക് മനസ്സിലാകും. മൊത്തം കേരള NSDP-യുടെ 23.20% വരും ഇത്. ഇതിനെയാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ സാന്നിധ്യം മൂലമാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന സാമ്പത്തിക വികസന പുരോഗതിയുടെ കാരണം എന്ന് ചൂണ്ടിക്കാട്ടി എട്ടുകാലി മമ്മൂഞ്ഞുമാരാകാൻ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് യൂറോ അമേരിക്കൻ നാടുകളിൽ പണിയെടുക്കുന്ന, ജോലി ചെയ്യുന്ന മറ്റൊരു വിഭാഗം കേരളത്തിലുണ്ട്. അവരുടെ സമ്പത്ത്, അവർ അവിടെ സമ്പാദിച്ച സമ്പത്ത് ഒരിക്കലും കേരളത്തിലേക്ക് എത്തിയിട്ടില്ല, മറിച്ച് അത് അവർ അവിടെ തന്നെ നിക്ഷേപിക്കുകയും ക്രമേണ കേരളത്തിൽ നിന്നും അവിടേക്ക് കുടിയേറുകയും പാരമ്പര്യമായി നാട്ടിൽ തങ്ങൾക്ക് ലഭിച്ചിരുന്ന അവകാശങ്ങൾ കൂടി വിറ്റ് ആ ഫണ്ട് കൂടി വിദേശത്തേക്ക് കടത്തുന്നതാണ് നാം കാണുന്നത്. വസ്തുതകൾ ഇതായിരിക്കെ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താനും സ്വന്തം നില ഭദ്രമാക്കാനും താങ്കൾ തന്നെ സ്വയം നിർമ്മിച്ച കെട്ടിക്കൊടുക്കിൽ നിന്നോ രക്ഷപ്പെടാനും
നിരന്തരം ഒരു സമുദായത്തിനുമേൽ കുതിര കയറുകയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. നേരെ മറിച്ച് അധികാരത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ അനർഹമായത് നേടിയെടുക്കുന്ന കൗശലക്കാരെക്കുറിച്ച് താങ്കൾ അർദ്ധഗർഭമായ മൗനം ദീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ താങ്കളുടെ തകരാറ്. താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിലും കേരളത്തിലെ ചിന്തിക്കുന്ന സുബോധമുള്ള സമൂഹത്തിന് മനസ്സിലാവും എന്നെങ്കിലും താങ്കൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ താങ്കളുടെ പ്രശ്നം തീയ ഈഴവ താല്പര്യങ്ങൾ പോലുമല്ല. സ്വന്തം സമുദായത്തിലും പുറത്തും താങ്കൾ നടത്തിയ അഴിമതിക്കഥകൾ, അതിലൂടെയുണ്ടായ കേസുകെട്ടുകൾ, ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ താങ്കൾക്ക് ഒരിര വേണം. തൽക്കാലം ആ ഇരയായി താങ്കൾ കണ്ടെത്തിയിരിക്കുന്നത് മുസ്ലിം സമുദായത്തെയാണ്. മനസ്സിലാക്കിയിടത്തോളം 124 കേസുകൾ, ക്രിമിനൽ കേസുകൾ, സാമ്പത്തിക അഴിമതികളുമായി ബന്ധപ്പെട്ട കേസുകൾ താങ്കൾക്കെതിരെ കേരളത്തിന്റെ വിവിധ കോടതികളിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത 15 കോടി രൂപയുടെ വായ്പ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഇതിൽ പ്രധാനമാണ്. SNDP നേതാവും താങ്കളുടെ വിശ്വസ്തനുമായിരുന്ന KK മഹേഷിന്റെ മരണം, ഇതിൽ താങ്കൾ പ്രതി ചേർക്കപ്പെട്ടത്, ഒന്നാം പ്രതിയായി തന്നെ പ്രതി ചേർക്കപ്പെട്ടത്, അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് താങ്കൾ നൽകിയ പ്രേരണ, ഇതൊക്കെ കുറ്റകരമായി താങ്കളുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്രകാരം താങ്കൾ തന്നെ ഉണ്ടാക്കി തീർത്ത കെട്ടിക്കുടുക്കളിൽ നിന്ന് താങ്കൾക്ക് രക്ഷപ്പെടാൻ ഒരു ശത്രുവിനെ വേണം. തൽക്കാലം ആ ശത്രുവായിട്ട് താങ്കൾ മുസ്ലിം സമുദായത്തെയാണ് കണ്ടെത്തിയത്.